എന്താ ഭക്ഷണം കൊടുക്കാന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പഴം പുഴുങ്ങുന്നതേ കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വിസിലടിക്കും കേട്ടോ. അപ്പം നല്ലോണം പിളിങ്ങി വരില്ലേ. എന്നിട്ട് ഉടച്ച് കൊടുത്ത ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ആൾക്ക് കുറച്ച് പണിയുണ്ടല്ലോ ഉടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ചവച്ചരച്ചിങ്ങനെ ഇറക്കണമല്ലോ. പക്ഷേ അത് മിക്സിയിൽ അടിച്ചിട്ട് കുറുക്കാക്കിയൊക്കെ കൊടുത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ പണിയല്ലേ, ഇങ്ങനെ ഇറക്കി ഇറക്കി വിട്ടാൽ മതിയല്ലോ. അപ്പോൾ കല്യാണി കളിയൊക്കെ കഴിഞ്ഞ് സൈക്കിളൊക്കെ കയറ്റി വെച്ച് കയറുന്ന ഒരു സമയമാണ് കേട്ടോ. കുറേ വിളിക്കണം, കളിക്കുക കളിക്കുക എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ കല്യാണിനോട് ചോദിക്കട്ടെ, എന്നിട്ട് മോളെ എത്ര അധികം കളിക്കായിരുന്നു. പക്ഷെ നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അടുത്ത വീട്ടിൽ കളിക്കാനൊക്കെ പോയിട്ട് വിളക്ക് വെച്ചിട്ടും വൈകിട്ട് വിളക്ക് വെച്ചിട്ടും വരാണ്ടൊക്കെ ഇരുന്നിട്ട് അച്ഛൻ കുറേ വിളിച്ചു കേട്ടോ, ഞങ്ങൾ അനിയും ചേട്ടനെയും. ഞങ്ങൾ എന്നിട്ട് വരാതെയൊക്കെ ആയപ്പോൾ അച്ഛൻ വടിയൊക്കെ പിടിച്ച് നിന്നിട്ട് ചേട്ടൻ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പാപ്പൻ തടയാനൊക്കെ വന്നപ്പോൾ ഞാൻ പാപ്പൻ്റെ പിന്നിലൊക്കെ ഒളിച്ചൊക്കെ നിന്ന് അടി മുഴുവൻ പാപ്പന് കൊണ്ട കഥയൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പം നെറ്റിപ്പട്ടത്തിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റിലൊക്കെയാണ് അത് ചെയ്യുക. ഈ കിടപ്പ് എന്താണെന്നറിയോ, രാവിലത്തെ കുളി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഉറക്കം വരുന്നത്. അപ്പം എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കറി വയ്ക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണ അങ്ങനെ അടുത്ത് പില്ലൊക്കെ വെച്ച് തരാം, കുഷനൊക്കെ വെച്ച് തരാം, അത് അമ്മയാണ്, ഇത് കല്യാണിയാണ് എന്നൊക്കെ പറഞ്ഞ് പില്ലോനെയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ ആൾക്ക് പിന്നെ ഞാൻ താരാട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ ആൾക്ക് അതിലൊരു തമാശയൊക്കെ തോന്നിയിട്ടാണ്. പക്ഷേ ഞാനിങ്ങനെ തലോടി കൊടുക്കുമ്പോൾ അവൻ ഉറങ്ങുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഞാനിവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കടുത്ത് ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ണിങ്ങനെ നല്ലോണം അടച്ച് കിടക്കണപ്പോഴേ എനിക്കറിയാം കേട്ടോ, കള്ളത്തരം ഉറക്കവും ശരിക്കുള്ള ഉറക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് കള്ളത്തരാന്നിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അപ്പം എണീക്കും കേട്ടോ. അതുപോലെ തന്നെയായി ഞാൻ അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴേ കണ്ണടച്ച് കിടന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ചിരി. അങ്ങനെ ആരെങ്കിലും ചിരിക്കുമോ? നല്ലോണം ഉറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചിരിച്ച് കിടന്ന് ഉറങ്ങുമോ? അപ്പോൾ ചിരി വന്നിട്ടും പാടില്ല കേട്ടോ. ഞാനിങ്ങനെ താലോലം വാവോ ഒക്കെ പാടിക്കൊടുക്കുമ്പോൾ ചിരിയും വന്നിട്ട് പാടില്ല. പക്ഷെ ആൾക്ക് ഉറങ്ങും വേണം. അങ്ങനെ ചിണുങ്ങിയൊക്കെ കരയുന്നുണ്ട്. പക്ഷെ നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അടുക്കളയിൽ പണിയിൽ ഈ ചെക്കൻ വന്നെടുക്കുമോ പണി? അപ്പം നോക്ക്, ഉറങ്ങുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇതെന്ത് ഉറക്കമാണ് കണ്ടാൽ കള്ളുറക്കം അല്ലാണ്ട് ഇതിനെയൊക്കെ എന്തെന്നാ പറയുക. അങ്ങനെ ഒരു വിധത്തിലൊക്കെ അവനെ സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ട് അടുക്കളയിൽ പണികൾക്ക് വന്നത്. സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിക്കനോ എന്തെങ്കിലുമൊക്കെ മേടിക്കും കേട്ടോ. ചേട്ടനുള്ള ദിവസം കൂടിയാണല്ലോ. അപ്പോൾ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടൊക്കെ വരും. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പണികളിലാണ്.